ബാക്ക് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗട്ടിയെ നമ്മളിന്ന് തൃശ്ശൂർ വഴി ഒരു കറങ്ങാൻ പോവാണ് കേട്ടാ. ഇന്നും നമ്മൾ 1 ഡേ റൈഡാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം അതേപോലെ തന്നെ നമ്മൾ രാവിലെ തന്നെയാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രിപ്പ് സെറ്റ് ചെയ്ത് നമ്മൾ വണ്ടി എടുത്തു. ഇന്നും നമ്മുടെ കൂടെ അനിരുദ്ധുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഷോട്ടൊക്കെ എടുത്തേക്കുന്നത് കേട്ടോ. ഇത്തവണ നമ്മൾ ആലുവയിൽ നിന്ന് തന്നെയാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ കോട്ടപ്പുറം ടൗണിൽ നിന്ന് നമ്മൾ 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. തൃശ്ശൂരിൽ നമ്മൾ എവിടേക്കാണ് പോകുന്നത് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ ഫസ്റ്റ് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് സ്നേഹതീരം ബീച്ചിലേക്കാണ് ആദ്യം പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് പുള്ളിലേക്കാണ്. ഈ പുള്ളിൽ പോകുന്ന വഴിക്ക് വിഷ്ണുമായ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ടെമ്പിൾ ഉണ്ട്, നമ്മൾ അവിടെയും കയറുന്നുണ്ട്. അവിടെ നിന്ന് വീണ്ടും നമ്മൾ ചിമ്മിണി ഡാമിലേക്കാണ് ലാസ്റ്റ് പോകുന്നത്. ചിമ്മിണി ഡാമിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അറിയാലോ, ആ റൂട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു വഴി കൂടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ട്രിപ്പ്. അങ്ങനെ നമ്മൾ കോട്ടപ്പുറത്തുനിന്ന് നേരെ കൊടുങ്ങല്ലൂർ തൃപ്രയാറിലേക്കാണ് പോകുന്നത്. നമ്മൾ നേരെ സ്നേഹതീരം ബീച്ചിലേക്ക് പോകുന്നതിന് പകരം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജഗൻ, അവനെ പിക്ക് ചെയ്തുകൊണ്ട് വേണം നമുക്ക് സ്നേഹതീരം ബീച്ചിലേക്ക് പോകാൻ. കാരണം അവൻ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള കുറേ ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളൊക്കെ അവൻ അറിയാവുന്നതുകൊണ്ട് അവനെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് കൂടി കയറാൻ പറ്റും. അങ്ങനെ അവനിട്ട് തന്നേക്കുന്ന ലൊക്കേഷനിലേക്ക് ഞങ്ങൾ എത്തി. പക്ഷെ അവനെ ആ പരിസരത്ത് എവിടെയും കാണാനില്ല. ഞങ്ങൾ അയൽവക്കാരോട് മൊത്തം ചോദിച്ചു നോക്കും ഇങ്ങനെ ആളുണ്ടോ എന്നുള്ള കാര്യം. പക്ഷെ അവർക്ക് ആർക്കും അങ്ങനെ ആളെ അറിയില്ല കേട്ടോ. നോക്കിയപ്പോൾ അവനിട്ട് തന്നേക്കുന്ന ലൊക്കേഷൻ തെറ്റായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഫോണ് വിളിച്ചു വരുത്തി ആ ചന്തയെ എത്തിയിരിക്കുകയാണ്. ഇവൻ അപ്പുറത്തെ ലൈനിലായിരുന്നു, ഇവർ നമ്മൾ കുറച്ച് ഇപ്പുറത്തേക്കായി പോയി വന്നത്. അങ്ങനെ അവൻ വണ്ടി എടുത്ത് മുന്നിൽ പോവുകയാണ്, നമ്മളും പുറകിൽ വെച്ചടിച്ച് പോവുകയാണ് കേട്ടോ. നിങ്ങൾ വരികയാണെങ്കിൽ ഇങ്ങോട്ടൊന്നും വരേണ്ട ആവശ്യമില്ല, നേരെ സ്നേഹതീരം ബീച്ച് മാപ്പ് വെച്ചാൽ മതി, ഈസി ആയിട്ട് വരാൻ പറ്റും. നിങ്ങൾ എറണാകുളത്തുനിന്ന് വരുന്നെങ്കിൽ നേരെ തൃപ്രയാർ വരിക. തൃപ്രയാറിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ നമ്മുടെ സ്നേഹതീരം ബീച്ചിലേക്കുള്ളൂ. ശരിക്കും സൺറൈസ് എന്നുള്ളത് നമ്മൾ ബീച്ചിലല്ല കാണുന്നത്, ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് ഒരു അടിപൊളി സ്ഥലമുണ്ട് കേട്ടോ, തൊട്ടടുത്ത് തന്നെയായിട്ട്. അത് വളരെ ഫേമസ് ആണ് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ആയിട്ട്. ആ ഒരു സ്ഥലത്ത് നിന്ന് സൺറൈസ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. നമ്മൾ അവിടെയാണ് ആദ്യം കാണാൻ വേണ്ടി പോകുന്നത്. ദാ നേരെ മുന്നിൽ കാണുന്നതാണ് സ്നേഹതീരം ബീച്ച്. നമ്മളിവിടുന്ന് റൈറ്റ് എടുത്ത് പോകും. സൺറൈസ് കണ്ടതിന് ശേഷം തിരിച്ചു വരുമ്പോൾ നമുക്ക് ലെഫ്റ്റിലേക്ക് ആ ബീച്ചിലേക്ക് ഇറങ്ങാം. പറയാതിരിക്കാൻ വയ്യ കേട്ടോ, നല്ല കിടിലൻ റൂട്ടാണ് കേട്ടോ ഇത്. നല്ല ഗ്രാമപ്രദേശമാണ്, ലെഫ്റ്റ് സൈഡിൽ ലോങ്ങിൽ കിടക്കാണ് കേട്ടോ കടല്. ദാ എത്തിപ്പോയി. ഇതാണ് നമ്മളെ സൺറൈസ് പോയിന്റ്. ഇവിടുന്ന് റൈറ്റിലേക്കുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ, അത് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ഏതാണ് ഈ സ്ഥലം എന്നുള്ള കാര്യം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സ്പോട്ട്. സൂര്യൻ കുറച്ചുകൂടി മുകളിലേക്ക് എത്താനുണ്ട്, എന്നാലേ നമുക്ക് ആ തെങ്ങുകളുടെ ഇടയിൽ കൂടെ നമുക്ക് ആ ഒരു റേസ് കിട്ടുള്ളൂ. രാവിലെ തന്നെ ഇത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നേരം വെളുത്ത് വരുമ്പം തന്നെ ആ പരിസരത്തുള്ള ആൾക്കാരൊക്കെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ബീച്ചിൻ്റെ സൈഡിലേക്ക് പെട്ടിക്കടയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അടിപൊളി കണ്ടില്ലേ, നമ്മുടെ സൂര്യൻ സെറ്റായിട്ട് ആ ഗ്യാപ്പിലൂടെ കാണുന്നത്. ഈ ഒരു വീഡിയോ നമ്മൾ ഒരുപാട് ഇൻസ്റ്റാ റീൽസിൽ കണ്ടിട്ടുണ്ടല്ലേ. ഞാൻ ഇത്രയും കാലം കരുതിയിട്ടുണ്ടായിരുന്നത് ഇത് ആലപ്പുഴയുള്ള ഏതോ ഒരു കുട്ടനാട് ഏരിയയിലുള്ള ഏതോ ഒരു സ്ഥലമാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ജഗൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് തൃശ്ശൂരിലുള്ള തൊട്ടടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ്. ഈ ഒരു സ്ഥലത്തിന് എക്സാക്റ്റ് വേറൊരു പേരുണ്ട് കേട്ടോ, തമ്പാൻ കടവ് എന്നാണ് എക്സാക്റ്റ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഗൂഗിൾ മാപ്പിലും അതേ പേര് തന്നെയാണ് ഈ സ്ഥലം നോട്ട് ചെയ്തേക്കുന്നത്. ഒന്നും പറയാനില്ല കേട്ടോ, നല്ല അടിപൊളി സൺറൈസ് ആണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുക. പാലത്തിൻ്റെ മുകളിൽ നിന്ന് ആ ഒരു സൺറൈസ് ഒക്കെ നമ്മൾ കണ്ടതിന് ശേഷം നേരെ ബീച്ചിലേക്ക് പോകുന്നതിന് പകരം ആ സൈഡിൽ കൂടെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ തെങ്ങുതോപ്പ് കൂടെ നമുക്ക് മുന്നോട്ട് കുറേ നടക്കാൻ പറ്റും. നല്ല അടിപൊളി സ്ഥലങ്ങളാണ് അങ്ങോട്ട്. നമുക്ക് അവിടെ പോയിട്ട് ഇങ്ങനെ കുറേ നേരം റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ സ്ഥലങ്ങളാണ് അങ്ങോട്ടുള്ളത്. രാവിലെ തന്നെ ആയതുകൊണ്ടേ ആ സൂര്യൻ്റെ ഒരു പ്രകാശവും ആ ഒരു വാം ടോണും അന്തരീക്ഷവും ഒരു രക്ഷയുണ്ടായിരുന്നില്ല കാണാൻ.
2-3 ദിവസമായിട്ട് അത്യാവശ്യം മഴയുണ്ടായിരുന്നോണ്ടേ നല്ല പച്ചപ്പ് ഹരിതാഭയാണ് കേട്ടോ കാണാൻ. ഈ ഒരു ചെറിയ പാലം കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തോട്ടത്തിലേക്ക് എത്തും കേട്ടോ. ഇതോടുകൂടി നമ്മൾ വഴി ഏറെക്കുറെ അവസാനിക്കും. ഇവിടുന്ന് അപ്പുറത്തേക്ക് വന്ന ചെറിയ ചെറിയ വീടുകളൊക്കെയാണുള്ളത്. തിരിച്ചാ പാലത്ത് കയറി റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാലും അവിടെ പോയിട്ട് ഇരിക്കാൻ പറ്റിയ നല്ല രസമുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയും നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് അനിയൻ്റെ അഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് സ്നേഹതീരം ബീച്ചിലേക്ക് പോവുകയാണ്. നമ്മൾ ആദ്യം നിന്ന പാലവും ക്രോസ് ചെയ്ത് നമ്മൾ ഓപ്പോസിറ്റ് ബീച്ചിലേക്ക് പോവുകയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബീച്ചാണ് കേട്ടോ. ഒരു വൃത്തികേടും ഇല്ലാണ്ട് നല്ല നീറ്റാണ് കേട്ടോ ഈ ഒരു ബീച്ച് ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ചെന്ന വഴിക്ക് തന്നെ ഒരച്ഛനും അമ്മയും കുഞ്ഞും മോളും ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ ഈ ഒരു കൊച്ചിൻ്റെ കളി കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ അവർ അത്യാവശ്യം നല്ല കമ്പനി ആയിരുന്നു കേട്ടോ നമ്മളോട്. സംഭവം നേരെ അങ്ങ് വെളുത്ത് വന്നിട്ടുള്ളൂ എങ്കിലും അത്യാവശ്യ സഞ്ചാരികളൊക്കെ ആയിട്ടുണ്ട്. ഭയങ്കര റഷൊന്നുമില്ല കേട്ടോ. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് ദൂരത്ത് നീണ്ടു കിടക്കുന്ന ഒരു ബീച്ചാണിത്. എന്തൊരു രസമാണ് നോക്കിയാൽ കടലിങ്ങനെ വൈഡ് ആംഗിൾ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ സൺസെറ്റ് കാണാൻ അടിപൊളിയായിരിക്കില്ലേ. ഒരു ദിവസം സൺസെറ്റ് കാണാൻ വേണ്ടി നമുക്കിവിടെ വരണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എനിക്ക് ജീവിതം മടുത്തുന്നതോടെ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അതും കഴിഞ്ഞ് കൊച്ചിൻ്റെ മാസ്മരിക ഫോട്ടോസൊക്കെ എടുത്തത് അവരെ കാണിച്ച് ഞെട്ടിച്ച് അവർ വായിലിരിക്കുന്ന മൊത്തം ചീത്തയും കേട്ടിട്ട് ഒരു നാടുമില്ലാതെ നമ്മൾ അനി നടന്നു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ വന്നപ്പോൾ വേറെ നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ഒരുപാട് പട്ടികളുണ്ടായിരുന്നു ഇവിടെ. ഇങ്ങനെ കണ്ടില്ലേ, ചെറിയ കോനയെല്ലാം കെട്ടിയിട്ട് കുഴിയെല്ലാം കുഴിച്ച് അതിനകത്ത് ഇങ്ങനെ കിടന്നിട്ട് രാവിലെ വെയിൽ കായം കിടക്കുകയാണ് ആശാന്മാർ. ഈ ഒരു പട്ടി ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ ഒരു ക്യൂട്ട്നെസ്സും ഇല്ല. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കൂടി മുന്നോട്ട് നടക്കുകയാണ് കേട്ടോ. ശരിക്കും ഇതല്ല സ്നേഹതീരം ബീച്ചിൻ്റെ എൻട്രൻസ് ആയിട്ട് വരുന്നത്, അത് അപ്പുറത്താണ്. നമുക്ക് തിരിച്ചു പോകുമ്പോൾ എന്തായാലും അവിടെ ഇറങ്ങാനുണ്ട്. അങ്ങനെ ബീച്ചിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ നേരെ സ്നേഹതീരത്തിൻ്റെ മെയിൻ എൻട്രൻസിലേക്കുള്ള ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ. കുറച്ച് ദൂരത്തേക്ക് അനിയാണ് വണ്ടി ഓടിച്ചത്. ഇതാണ് സ്നേഹതീരം ബീച്ചിൻ്റെ ശരിക്കുള്ള എൻട്രൻസ്. ഇവിടെ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കൊക്കെ ആയിട്ടുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. നമ്മൾ രാവിലെ തന്നെ എത്തിയേണ്ട സംഭവം തുറന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ കണ്ടതിൻ്റെ സെയിം എക്സ്റ്റൻഷൻ തന്നെയാണ് ഇങ്ങോട്ടും ഉള്ളത് കേട്ടോ. പ്രത്യേകിച്ച് വേറൊന്നുമില്ല. പക്ഷേ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നുള്ളതാണ് കേട്ടോ മൊത്തത്തിൽ ഈ ബീച്ചിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അവിടെ വേറെ ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ജഗൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് അവൻ്റെ വീട്ടിൽ നിന്നാണ്. അവിടെ നിന്ന് കഴിച്ചിട്ട് വേണം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അവൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു വളവിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിലേക്ക് എത്തും. ഒരു പട്ടി അവനെ ഓടിച്ചിട്ട് കടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാവാം ബാക്കി പരിപാടികളൊക്കെ. ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, നേരെ അടുക്കളയിൽ കയറി ചെന്നു. അമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ നോക്കി നേരെ തിരിച്ചു വന്നു. അങ്ങനെ നല്ല അടിപൊളി ഫുഡൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് കഴിച്ചു തീർത്തിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടികളിലേക്ക് കടക്കാൻ. എൻ്റെ ശിവനേ, ഒന്നൊന്നര പുട്ടായിരുന്നു കേട്ടോ. കണ്ടോ, നല്ല ഗഡാഗഡിയൻ പുട്ട്. എന്താണെന്നറിയില്ല, എനിക്ക് എന്തെന്നില്ലാത്തൊരു നാണം. എത്ര എടുത്തിട്ടും കറിയും കൂടെ പോരുന്നുണ്ടായിരുന്നില്ല അവന്. നമ്മളവനെ കിട്ടേണ്ട താമസം. നൈസായിട്ട് ഒറ്റ ഇരിപ്പിന് മൊത്തം കഴിച്ചു തീർത്ത് എഴുന്നേറ്റു. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അമ്മേനോട് യാത്രയും പറഞ്ഞ് പിന്നീട് ഒരിക്കലും വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി. പോകുന്ന വഴി തന്നെയാണ് MA യൂസഫ് അലിയുടെ വീടും പള്ളിയും ഉള്ളതെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ പള്ളി കാണാമെന്ന് വെച്ച് ഞങ്ങൾ ആ വഴിക്ക് പോയി. ദാ കാണുന്നതാണ് പുള്ളിയുടെ പള്ളി. ഇത് ശരിക്കും പൊതുപള്ളി തന്നെയാണ്, പക്ഷേ പുള്ളിയാണിത് പണിത് കൊടുത്തതെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. അതുകൊണ്ട് യൂസഫ് അലിയുടെ പള്ളി എന്നാണ് മൊത്തത്തിൽ അവിടെയുള്ളൊരു സംസാരം. താജ്മഹലിൻ്റെ ചെറിയൊരു ചായ ഉണ്ടല്ലേ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പുള്ളിയുടെ വീട് കാണാൻ വേണ്ടി പോവുകയാണ്. എത്തിപ്പോയി. അങ്ങോട്ട് നോക്കൂ, ഇതാണ് പുള്ളിയുടെ വീട് കേട്ടോ. നമ്മൾ ഒരിക്കലും ഇത് മാത്രമേ ഉള്ളൂ എന്ന്, പക്ഷെ അല്ല കേട്ടോ. ഇങ്ങനെ ഒരു 3-4 കോമ്പൗണ്ട് ഉണ്ട് അങ്ങോട്ട്. ഓരോ കോമ്പൗണ്ടിലും ഇതുപോലത്തെ വലിയ 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 വില്ലകളും വലിയ വീടുകളാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നത് ഫുള്ള് ഫാമിലി ഇവിടെയാണ് താമസം തോന്നുന്നു കേട്ടോ. ഓരോ ഫാമിലിക്കും ഓരോരോ വീടായി ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കണ്ടില്ലേ, ഇത് അടുത്തൊരു കോമ്പൗണ്ടാണ്. ഇങ്ങനെ ഒരു 3 കോമ്പൗണ്ട് ഉണ്ട്. ഈ സൈഡ് കാണുന്നത് മൊത്തം പുള്ളിയുടെ വീടിൻ്റെ കോമ്പൗണ്ട് തന്നെയാണ് കേട്ടോ. അങ്ങ് തുടങ്ങിയിട്ട് ഇതുവരെ തീർന്നിട്ടില്ല, ഇങ്ങനെ നീണ്ടു നീർന്ന് കിടക്കുകയാണ്. ഇതാണ് അടുത്തൊരു കോമ്പൗണ്ട്. കണ്ടില്ലേ, ഒരു വലിയ വില്ലാസാണ് ഉള്ളിലുള്ളത്. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ഇതാണ് പുള്ളിയുടെ ഒരു ബോർഡർ എന്ന് പറയുന്നത്. ഇവിടം വരെയാണ് ആ ബോർഡർ ഉള്ളത്. നമ്മളിനി നേരെ നാട്ടിക എന്നുള്ള ഈ ഒരു ടൗണ് കയറിയിട്ട്, ഇത് നേരെ ഹൈവേയുടെ അടുത്ത് തന്നെയാണ്. ഈ ഹൈവേയിലേക്ക് കയറി നമ്മൾ ക്രോസ് ചെയ്തിട്ട് നേരെ അടുത്ത വിഷ്ണുമായ കുട്ടിച്ചാത്തൻ്റെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഹൈവേയിൽ നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. നേരെ മുന്നിൽ കാണുന്നതാണ് തൃപ്രയാർ അമ്പലം. ഇവിടെ നമ്മൾ ഇറങ്ങുന്നില്ല, കാരണം നല്ല തിരക്കായിരിക്കും. നല്ല തിരക്കുള്ള സമയമായിരുന്നു. അതുകൊണ്ട് നമ്മളിവിടെ നിർത്താതെ ജസ്റ്റ് നേരെ പോവാണ്. കുറച്ചുകൂടി മുന്നോട്ട് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു വ്യൂ കിട്ടും കേട്ടോ. ശരിക്കും പറശ്ശിനിക്കടവ് അമ്പലം പോലെയുണ്ട് കാണാൻ. ആ പുഴയുടെ തീരത്തിലേക്ക് ഇറങ്ങിയ സ്റ്റെപ്പുകൾ വരുന്ന അമ്പലമാണ് ആ കാണുന്നത്. തൃപ്രയാർ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ് ആ കാണുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെയാണ് ശരിക്കും കാനാടിക്കാവ് എന്നുള്ളൊരു അമ്പലം കൂടി ഉള്ളത്. ഫുള്ള് ഗോൾഡൻ കളറിൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ളൊരു അടിപൊളി അമ്പലമാണത്. ഞങ്ങളിതിൻ്റെ ഉള്ളിൽ കയറിയില്ല, പക്ഷേ എക്സ്റ്റീരിയർ കുറേ നമ്മൾ അവിടെ കറങ്ങി നടന്നു കേട്ടോ. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ ഇറങ്ങിയിട്ട് അമ്പലത്തിന് മുന്നിലേക്ക് നടക്കുകയാണ്. അമ്പലക്കുളത്തിൻ്റെ ക്ലീനിങ് നടക്കുമായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത്. ലവന്മാരെന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് നേരം നടന്ന ശേഷം നമ്മൾ അടുത്തൊരു അമ്പലം കാണാൻ വേണ്ടി പോവാണ്. ഇതാണ് മോനെ ആ അമ്പലം. ഇതിൻ്റെ ഉള്ളിൽ കയറണം കേട്ടോ. ഒന്നൊന്നര കാഴ്ചയാണ് അങ്ങോട്ട് കാണാനുള്ളത്. പുറത്തൊന്ന് കണ്ടാൽ പറയാം ഉള്ളിൽ ഇമാതിരി വർക്കാണ് ഇവർ ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ള കാര്യം. ഇവിടുത്തെ ഒരു ഗോൾഡൻ ഫീലും, മൊത്തം ഒരു ഗോൾഡ് ഫീലാണ്. അതുപോലെ ഇത്രയും ലൈറ്റ് സെറ്റപ്പുകളും അടിപൊളി ഒരു ഫീലായിരുന്നു കേട്ടോ എൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ.
നല്ല കിടിലൻ സ്കൾപ്ചർ വർക്കാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഒരുപാട് കൊത്തുപണികൾ ചുമരിലൂടെയും ഈ അമ്പലത്തിൻ്റെ ഈ ഒരു ചെറിയ സെറ്റപ്പിലൂടെയും ഒക്കെ ഉണ്ട് കേട്ടോ. വിദേശികളടക്കം ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട് കേട്ടോ. ഞാൻ ചെന്ന സമയത്ത് ഇതാ ഒരു മദാമ നോക്ക്, തുലാഭാരം തൂക്കുമായിരുന്നു പഞ്ചസാര കൊണ്ട്. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ 100 ദിന നൃത്തോത്സവം നടക്കുകയായിരുന്നു. അതുകൊണ്ട് നല്ല അടിപൊളി കാഴ്ചയായിരുന്നു ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ഒരു മണ്ഡപത്തിൽ ഈ ഒരു ലൈറ്റിങ്ങിൽ ഈ സംഭവം ഇങ്ങനെ കാണാൻ വേണ്ടി ഡാൻസ് കിട്ടില്ലായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു തീർത്ത് നമ്മൾ അടുത്ത പുള്ള് എന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇതാണ് പെരിങ്ങോട്ടുകര. ഈ പെരിങ്ങോട്ടുകരയിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ പുള്ളിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് സ്ട്രെയിറ്റ് വരുന്നത് നമ്മൾ പുള്ളിലേക്കാണ് കേട്ടോ. ഈ കാണുന്നതാണ് പുള്ള്. ശരിക്കും ആലപ്പുഴ കുസാറ്റിലേക്ക് പോകുന്ന റൂട്ട് പോലെ ഉണ്ട് ഇത് കാണുമ്പോൾ. ഏറെക്കുറെ ഉച്ചയായിട്ടായിരുന്നു കേട്ടോ സമയം. അപ്പോഴാണ് ദൂരെ വയലിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു കള്ള് ഷാപ്പ് പോലത്തെ ഒരു സെറ്റപ്പ് കണ്ടത്. എന്നാൽ പിന്നെ ഇത്തവണ ഷാപ്പ് നാവാം ഉച്ചയ്ക്കുള്ള ഭക്ഷണം തീരുമാനിച്ച് ഞങ്ങൾ ആ ഷാപ്പിലേക്ക് നേരെ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. ഈ ഒരു റൂട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു ചെറിയ തെങ്ങുകളുടെ ഇടയിൽ കൂടെ ചെറിയ വഴി കൂടെ പോവാൻ കിടിലൻ ഫീലായിരുന്നു കേട്ടോ. ഈ ഒരു ട്രിപ്പിൽ ഞാൻ ശരിക്കും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് വണ്ടി ഓടിച്ചത് ഈ ഒരു റൂട്ടാണ് കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ അട്ടിച്ച് മിനിച്ച് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. ഈ വയലിൻ്റെ സൈഡിലൂടെ കുറേ ദൂരം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് വണ്ടി ഓടിക്കാൻ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് കള്ള് ഷാപ്പൊന്നും അല്ല, വേറെ എന്തോ സെറ്റപ്പായിരുന്നു. വെറുതെ നമ്മൾ ഇവിടെ വരെ വന്നു ചമ്മിപ്പോയെന്ന് വേണം പറയാൻ. എന്നിട്ട് വിശ്വാസം വരാത്തതുകൊണ്ട് അനി അവിടെ പോയിട്ട് ഫ്രണ്ടിൽ പോയി നോക്കി ഇനി അഥവാ കള്ള് ഷാപ്പാണോന്ന്. പക്ഷേ അല്ലാതെ മനസ്സിലായി. അപ്പോഴാണ് അനി പറഞ്ഞത് ദേ അങ്ങ് ദൂരെ വീണ്ടും ഒരു കള്ള് ഷാപ്പ് കാണുന്നുണ്ട്, നമുക്ക് അവിടെ പോയി നോക്കാം, അതെന്തായാലും കള്ള് ഷാപ്പായിക്കെന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ്. ഈ ഒരു റൂട്ടും അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്ന് നോക്കി എന്ത് രസമാണ് കാണാൻ. കുറേ ഓഫ് റോഡുകളൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത്ര ഭംഗിയുള്ള റോട്ടിലൂടെ പോയിട്ട് കുറേ കാലമായി കേട്ടോ. നെല്ലുള്ള സമയത്താണ് നമ്മൾ വരുന്നതെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ, എന്ത് രസമായിരിക്കും. രണ്ട് സൈഡിൽ ഇതുപോലെ നിറച്ച് പച്ച നെല്ലാണെങ്കിൽ. അങ്ങനെ അടുത്ത സ്ഥലത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് അതും കള്ള് ഷാപ്പല്ല, ഇതെന്തോ സിമെന്റിന്റെ ഗോഡൗണോ മറ്റോ ആണ്. വീണ്ടും ചമ്മി. ഇതാണോടാ കള്ള് ഷാപ്പ്? ഇത് സിമെന്റ് കടയാടാ. ഏതാണ് കള്ള് ഷാപ്പ്? ഉറപ്പാണോ? അങ്ങനെ അനി പറഞ്ഞനുസരിച്ച് വീണ്ടും ഞങ്ങൾ ദാ കാണുന്ന കള്ള് ഷാപ്പിലേക്ക് വെച്ച് പിടിക്കുകയാണ് കേട്ടോ. സംഭവം കാണാൻ ഇതൊരു കള്ള് ഷാപ്പിന്റെ ആംബിയൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഇതും കള്ള് ഷാപ്പല്ല, ഇതൊരു പമ്പ് ഹൗസാണ് സുഹൃത്തുക്കളെ. പമ്പ് ഹൗസ് ഇത്ര മനോഹരമായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു പമ്പ് ഹൗസ് ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. കണ്ടുപിടിച്ചിട്ട് പോവാ. സംഭവം നമ്മൾ ഉദ്ദേശിച്ച പോലെ കള്ള് ഷാപ്പൊന്നും അല്ലെങ്കിലും നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ അത്. ആ ഒരു ഓലമഞ്ഞ ഷെട്ടും ആ ഒരു കുളവും ആ കുളത്തിൽ നിറച്ച കുളവാഴകളൊക്കെ പൂത്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആയിരുന്നു അവിടെ. കുറച്ച് നേരത്തേക്ക് നമ്മൾ വലിയ ആൾക്കാരെന്നുള്ള കാര്യമൊക്കെ മറന്നുപോയി കേട്ടോ. അവിടെ ഒരു സിഗരറ്റിൻ്റെ പാക്കറ്റ് കിടപ്പുണ്ടായിരുന്നു, അതിലാര് എറിഞ്ഞ് കൊള്ളിക്കും എന്നുള്ളതായിരുന്നു മത്സരം.
ജഗനാണെങ്കിൽ ഫുൾ ഉടായ്പ്, കുറേ കല്ല് പൊറിക്കൊണ്ട് ഒരുമിച്ചിടാണ്, എന്നിട്ട് പോലും അതിനെ കൊണ്ടിട്ടില്ല എന്ന് തന്നെയാണ് കോമഡി. അങ്ങനെ ഫൈനലി സകലകലകലാ വല്ലഭരായിട്ടുള്ള അനി എറിഞ്ഞ് കൊള്ളിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, കൊള്ളിച്ചിരിക്കുകയാണ്. അപ്പോഴേക്ക് ജഗൻ്റെ വണ്ടിയിൽ പെട്രോൾ ഏറെക്കുറെ തീർന്നിട്ടായിരുന്നു. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ടൗണിൽ പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു, അവിടെ കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ അവൻ അവിടെ എത്തി നോക്കുമ്പോഴത്തേക്ക് അവൻ്റെ വണ്ടി എന്തോ ഓഫായി, കിക്കറടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പോയി ചറപറ 5-6 ചവിട്ടി പൊട്ടിയപ്പോഴത്തേക്ക് സംഗതി ഓണായി കിട്ടും എന്തോ ഭാഗ്യത്തിന്. അങ്ങനെ ഈ ഓപ്പോസിറ്റുള്ള ഈ ഒരു ചെറിയൊരു മാംഗോ ബേക്കേഴ്സ് എന്നുള്ള ബേക്കറി കയറിയിട്ട് ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് കയറി. ഗോലി സോഡയിൽ നിന്ന് എങ്ങനെ ഗോലി എക്സ്ട്രാക്ട് ചെയ്യാമെന്നുള്ളതാണ് അനിയൻ്റെ കണ്ടുപിടുത്തം കേട്ടോ. അവൻ കഷ്ടപ്പെട്ടാണെങ്കിൽ സംഭവം അതിൽ നിന്ന് എടുത്തു. നമ്മൾ കാശ് കൊടുത്തുകൊണ്ട് എന്തായാലും ഗോലി നമുക്ക് അവകാശപ്പെട്ടെന്നുള്ളതാണ് അവൻ്റെ വാദം. അങ്ങനെ ജഗൻ ഇവിടം വരെ നമ്മുടെ കൂടെ ഉള്ളൂ, അവൻ തിരിച്ചു പോവാണ്. അമ്മയ്ക്ക് കുറച്ച് സുഖം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അമ്മേനെ ഒറ്റയ്ക്കിട്ടിട്ടാണ് നമ്മളോട് ഇവിടം വരെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് അവൻ പോവുകയാണ് കേട്ടോ. ജെറ്റ് വിട്ട പോലെ ഒരു ഒറ്റ പോക്കായിരുന്നു കേട്ടോ അവൻ. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ഞാനും അനിയും മാത്രം. ഇനി നമ്മൾ നേരെ പോകുന്ന സ്ഥലമാണ് ചിമ്മിണി ഡാം. പോകുന്ന വഴിയുണ്ടല്ലോ വേറെ ലെവലാണ്. ചിമ്മിണി ഡാമും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ ചിമ്മിണി ഡാമാണ്. അങ്ങനെ നമ്മൾ പാലക്കാട് കൊച്ചി പാലിയേക്കര ടോളിലാണ് കയറിയിരിക്കുന്നത് കേട്ടോ. പാലിയേക്കര ടോളും കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് വന്ന് കഴിയുമ്പോൾ ലെഫ്റ്റിലേക്കൊരു വഴിയുണ്ട്. ആ ലെഫ്റ്റിലേക്കുള്ള വഴിയിലൂടെ പോകുന്ന വഴിയാണ് ചിമ്മിണി ഡാമിലേക്ക്. കാര്യം ഞാൻ വർഷങ്ങളായിട്ട് പോകുന്ന റൂട്ടാണ് ഇതെങ്കിലും ഇതുവരെ ഈ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ചിമ്മിണിയിലേക്ക് പോകുന്ന വഴിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇവിടുന്ന് ഏറെക്കുറെ 10-25 കിലോമീറ്റർ ഉണ്ട് ചിമ്മിണി ഡാമിലേക്ക്. പോകുന്ന വഴിക്ക് ഉടനീളം ബോർഡുണ്ട് കേട്ടോ. മൊത്തം പോകുന്ന വഴിക്കും ചിമ്മിണി ഡാമിലേക്കുള്ള ബോർഡ് ഇഷ്ടം പോലെ കാണാൻ പറ്റും. കുറച്ചും കൂടി എത്തിക്കഴിയുമ്പോൾ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ റബ്ബർ എസ്റ്റേറ്റ്. കഴിഞ്ഞ ട്രിപ്പിന് പോയ പോലെ തന്നെ ഇഷ്ടം പോലെ റബ്ബർ എസ്റ്റേറ്റ് ആണ് കേട്ടോ. നല്ല രസമാണ് ഈ എസ്റ്റേറ്റ് നടുക്കൂടെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നമ്മൾ വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ചൊരു ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. ഇത്ര നേരം നമ്മൾ ടൗണിൽ കൂടെ വന്നായിരുന്നല്ലോ, പെട്ടെന്ന് ഇങ്ങനെ ഒരു ആംബിയൻസിലേക്ക് കയറിയപ്പം ശരിക്കും ഒന്ന് റിലാക്സ് ആയി കേട്ടോ. ഇനി അങ്ങോട്ട് ചിമ്മിണി ഡാം എത്തുന്നത് വരെ ഇതുപോലെ 2 സൈഡിലും വലിയ റബ്ബർ എസ്റ്റേറ്റുകളാണ് കേട്ടോ. ഇരുട്ടാണ് ശരിക്കും ഇവിടെ, നല്ല ഇരുട്ടത്തിൽ കൂടെ പോകുന്നൊരു ഫീലാണ് നമുക്ക് ഇതിലൂടെ പോകുമ്പോൾ. റോഡൊക്കെ നല്ല മുത്ത് പോലെ ഉണ്ട് കേട്ടോ. എന്ത് രസമായിരുന്നു അറിയോ. നമ്മൾ എന്താണെന്നല്ല ഇന്ന് പോയപ്പോൾ എപ്പോഴും തൊട്ട് മുന്നേ മഴ പെയ്ത് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് റോഡൊക്കെ നല്ല നനഞ്ഞ് നല്ല തണുത്ത അന്തരീക്ഷമായിരുന്നു കേട്ടോ മൊത്തത്തിൽ. അങ്ങനെ ദ ഫേമസ് ആയിട്ടുള്ള ചിമ്മിണി ഡാമിൻ്റെ ആ ഒരു ഫേമസ് റൂട്ടിലേക്ക് നമ്മൾ കയറുകയാണ്. ഇനി അങ്ങോട്ടൊരു 5-10 മിനിറ്റ് ഉണ്ടല്ലോ, ഇതുപോലുള്ള വ്യൂ ആണ് കേട്ടോ. ഒരു രക്ഷയുമില്ലാത്തൊരു വ്യൂ ആണ്. ഈ ഒരു ഏരിയയൊക്കെ ഉണ്ടല്ലോ അതിമനോഹരമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നോക്കിയാൽ 2 സൈഡിൽ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് കാലം കൂടെ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഈ റബ്ബറുകളൊക്കെ വലുതായിട്ട് ദേ മുന്നിൽ കാണുന്ന പോലെ വലിയ റബ്ബർ തോട്ടമാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു കാഴ്ച എൻജോയ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ പെട്ടിയും കിടക്കയായിട്ട് പോന്നോ ഈ റൂട്ട് കൂടെ ഇപ്പം തന്നെ വന്നാലേ നമുക്ക് ഈ ഒരു ഫീൽഡ് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ വലിയ റബ്ബർ എസ്റ്റേറ്റിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. കുറച്ചുകൂടി മുന്നിലെത്തിയപ്പോൾ ഇതുപോലൊരു പുഴ കണ്ടു കേട്ടോ. അടിപൊളി വെള്ളമായിരുന്നു അവിടെ. അതുകൊണ്ട് അവിടെയും കൂടി ഒന്ന് ഇറങ്ങിയിട്ടാവാം ഇനി മുന്നോട്ടുള്ള യാത്ര തീരുമാനിച്ചു.
നല്ല തെളിഞ്ഞ തണുത്ത വെള്ളമായിരുന്നു കേട്ടോ ആ ഒരു എസ്റ്റേറ്റിൻ്റെ നടുക്ക്. പക്ഷേ അത് എസ്റ്റേറ്റ് നമുക്ക് തോന്നത്തേ ഇല്ല കേട്ടോ, ശരിക്കും ഒരു കാടിൻ്റെ നടുക്ക് ഒഴുകുന്ന ഒരു പുഴ പോലെയാണ് നമുക്ക് തോന്നുക. ഈ ഒരു വലിയ മരം കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെയുള്ള കാഴ്ചകൾ കണ്ട് നമ്മൾ വീണ്ടും ചിമ്മിണി ഡാമിലേക്ക് പോവുകയാണ്. വീണ്ടും നിരന്തരമായിട്ടുള്ള റബ്ബർ എസ്റ്റേറ്റുകൾ. കുറച്ചുകൂടി മുന്നിലെത്തിക്കഴിയുമ്പം ഇതുപോലൊരു ചെക്ക് പോസ്റ്റ് വരും. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കയറണമെങ്കിൽ ഇവിടെ നിന്ന് പാസ് എടുത്തിട്ട് വേണം നമ്മൾ അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഞാൻ ബൈക്ക് മുന്നോട്ട് നിർത്തിയിട്ടിട്ട് അവിടെ നിന്ന് പാസ് എടുത്തു. 20 രൂപയാണ് ഒരാൾക്ക് പാസ് വരിക. ഇത് ശരിക്കും ചിമ്മിണി ഡാമിലേക്ക് എന്നുള്ള രീതിയിലുള്ളൊരു ടിക്കറ്റ് അല്ല, ഈ കാട്ടിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഉള്ള ഒരു ടിക്കറ്റാണ് ഈ കാണുന്നത്. ഇനി പ്രത്യേകിച്ചൊരു ടിക്കറ്റ് ചിമ്മിണി ഡാമിൽ ഇല്ല കേട്ടോ, നമ്മൾ ഈ ടിക്കറ്റ് തന്നെ മതി അവിടെയും. നല്ല തണുപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം, കാരണം നമ്മളൊരു കാട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. അതുമാത്രമല്ല സമയം ഏറെക്കുറെ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. എന്ത് കിടിലം റോഡല്ലേ, നോക്കിക്കേ. ശരിക്കും ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി. ലെഫ്റ്റിലേക്ക് നേരെ മുകളിലേക്ക് അങ്ങ് പോയാൽ നേരെ അങ്ങ് എത്തുമായിരുന്നു. പക്ഷെ ഞങ്ങൾ റൈറ്റിലേക്ക് പോയിട്ട് കറങ്ങി ലെഫ്റ്റിൽ കൂടെ മുകളിലേക്ക് കയറേണ്ട വന്നു. പക്ഷേ മൊത്തം കാട്ടിക്കൂടത്തിനുള്ള യാത്ര ആയതുകൊണ്ട് വഴി തെറ്റിയാലും കുഴപ്പമില്ല, രസമായിരുന്നു. ദാ ഇവിടെ വെച്ചിട്ട് വീണ്ടും നമ്മൾ ലെഫ്റ്റിലെടുത്തിട്ട് നേരെ കയറുകയാണ്. കുറച്ചുകൂടി മുന്നേറ്റവും തന്നെ നമുക്ക് ഡാമിൻ്റെ റിസർവോയറിൻ്റെ ആ ഒരു കെട്ടെല്ലാം കാണാൻ പറ്റും കേട്ടോ. നമുക്ക് അതിൻ്റെ മുകളിലൂടെ വേണം ഇനി നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി. ബൈക്ക് ഇവിടെ വെച്ചിട്ട് നമ്മൾ റിസർവോയറിലേക്ക് നടക്കുകയാണ്. ഈ ഒരു ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കയറി നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രസമായിട്ടുള്ള വ്യൂ അവിടുന്ന് കാണാൻ പറ്റും. വേനൽക്കാലം ആയിരുന്നതുകൊണ്ട് വെള്ളം വളരെ കുറവായിരുന്നു. ചെറിയ രീതിയിലുള്ള തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ആ ഒരു സമയത്ത് അവിടെ. ഇങ്ങനെ പടർന്നു കിടക്കുന്ന ഈ ഒരു മരം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നമ്മൾ തിരിച്ചിറങ്ങി നേരെ താഴെ കൊട്ടത്തോണിയിൽ കയറാൻ വേണ്ടി പോവാണ്. ഇവിടെ കൂടുതലും ഫാമിലീസ് ആണ് കേട്ടോ വരുന്നത്. കണ്ടില്ലേ, നല്ലൊരു ചെറിയ ചിൽഡ്രൻസ് പാർക്ക് പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഊഞ്ഞാലൊക്കെ ഒരുപാട് കെട്ടിയിട്ടിട്ടുണ്ട്. നല്ല രസമാണ് ഈ ഡാം സൈറ്റ് വ്യൂവിലേക്ക് നിന്നിട്ട് ഊഞ്ഞാലൊക്കെ ആടാൻ വേണ്ടിയിട്ട്. ആഹാ, മഞ്ഞമ്മൽ ബോയ്സ് ഒക്കെ നിൽപ്പുണ്ടല്ലോ അവിടെ. കൊട്ടത്തോണിയിൽ കയറണമെങ്കിൽ ഒരു റൗണ്ട് പോകാൻ വേണ്ടിയിട്ട് 400 രൂപയാണ്. 4 പേർക്ക് വരെ അതിൽ കയറാം. അപ്പം ഞങ്ങളാകെ 2 പേരിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 പേരെയും കൂടി സംഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ലാഭമാണല്ലോ എന്ന് വിചാരിച്ച് അനിരുദ്ധ പോയിട്ട് വഴിയെ പോകുന്ന എല്ലാവരോടും പോയി ചോദിക്കുമായിരുന്നു, ചേട്ടാ ഇങ്ങനൊരു സംഭവമുണ്ട്, നിങ്ങളും കൂടി വരുന്നുണ്ടോ എന്ന്. അങ്ങനെ അവൻ ചോദിച്ചു നടന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് 2 പേരെ കിട്ടിയിരിക്കുകയാണ്. ഇവർ 2 പേരും കൂടി നമ്മുടെ കൂടെ ഇതിനകത്ത് കയറാനുണ്ടാവും. ഇവരും തൃശ്ശൂർകാർ തന്നെയാണ് കേട്ടോ. ഇവർക്കുണ്ടായിരുന്നൊരു ഇഷ്യൂ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ ലിക്വിഡായിട്ട് ക്യാഷ് ഉണ്ടായിരുന്നില്ല, ഗൂഗിൾ പേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവർ കയറാതിരുന്നത്.
എന്തോ ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ ലിക്വിഡായിട്ട് 500 രൂപ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിനകത്ത് കയറാൻ പറ്റി. പക്ഷെ ഒന്നും പറയാനില്ല കേട്ടോ, കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സാധനത്തിൽ കയറി. ഞാൻ ആദ്യമായിട്ടാണ് ഈ കൊട്ടത്തോണി കയറിയത് കേട്ടോ. ഒരുപാട് ദൂരമൊന്നും പോവില്ല, പക്ഷേ ഈ പുള്ളി ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഈ സ്ഥലത്ത് വെള്ളം കയറുന്നതും ആന ഇറങ്ങുന്നതും ഉള്ള കഥകളൊക്കെ പറഞ്ഞ് നമ്മളെയും കൊണ്ട് ഇങ്ങനെ പോവാണ്. നല്ലൊരു വൈബായിരുന്നു കേട്ടോ അതിനകത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പുറമെ വേറെയും ഒരു ഫാമിലി നമ്മുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ശരിക്കും ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാടാണ് കേട്ടോ നമ്മുടെ ചുറ്റും ഉള്ളത്. ആനകൾ ഒരുപാടുണ്ട് അവിടെ. ഈ തുഴയുന്ന ചേട്ടൻ്റെ പെങ്ങളെ ആന പിടിച്ചിട്ട് എന്തോ ഭയത്തിൻ്റെ രക്ഷപ്പെട്ടാന്നാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നമ്മൾ ഈ കൊട്ടത്തോടയിൽ കയറുന്നതിന് തൊട്ട് മുന്നേ അപ്പുറത്തെ കരയിൽ ഒരു ആന വന്നിട്ടുണ്ടായിരുന്നു. ആന വന്നതും മാൻകൂട്ടങ്ങളെ കണ്ടിട്ട് അത് പെട്ട് തന്നെ തിരിച്ചു കയറിപ്പോയി. ഈ തുഴയുന്ന ചേട്ടന്മാരുടെ ഒരു പ്രത്യേക പരിപാടിയുണ്ട്. നമ്മളെ അറ്റത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു കറക്കം അങ്ങോട്ട് കറക്കും കേട്ടോ. എൻ്റെ പൊന്നടോവേ, നമ്മൾ സ്വർഗലോകം കണ്ടുപോകും കേട്ടോ. നമ്മൾ കറങ്ങിയിട്ട് ഒരു വഴിക്കാവും. ആദ്യം നമ്മൾ സ്ലോയിലൊക്കെ തുടങ്ങും, പക്ഷെ ഇതിൻ്റെ ഒരു എക്സ്ട്രീം പീക്കിലേക്ക് എത്തുമ്പോഴുണ്ടല്ലോ ഒട്ടുക്കത്തെ സ്പീഡായിരിക്കും കേട്ടോ. എനിക്ക് ക്യാമറ കയ്യിൽ വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ദേ അപ്പുറത്തെ തോണിക്കാരിട്ട് കറക്കാണ് കേട്ടോ. അവര് കാറിക്കൂവാണ് അവിടെ കിടന്നിട്ട്. അങ്ങനെ അവിടുന്ന് നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോവാണ് കേട്ടോ. സ്റ്റാർട്ടിങ് പോയിന്റ് എത്തിയിട്ട് അവിടുന്ന് ഇതേപോലെ ഒരു കറക്കും. ഇതിനെക്കാട്ടും സ്പീഡിലാണ് അവിടുന്ന് കറക്കുക കേട്ടോ. അതോടുകൂടി കഴിയുന്നതോടുകൂടി നമ്മുടെ വയറ്റിൽ എല്ലാം പുറത്തു വരാനുള്ള ചാൻസ് കൂടുതലാണ്. പുള്ളിക്കാരിയൊക്കെ ശരിക്കും പേടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി അവിടെ പോയിട്ടൊരു കറക്കം കൂടി ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ പുള്ളിയുടെ പരിപാടി തുടങ്ങിയിരിക്കുകയാണ് വീണ്ടും. എന്താ പറയാ, ഒരു 1.5 എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. 400 രൂപ കൊടുത്താലിപ്പോൾ എന്താ, ഇതുപോലുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയില്ലേ. അങ്ങനെ പുള്ളി കൊട്ടത്തോണി ദേ കരയിലേക്ക് അടുപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ വാള് വെച്ചില്ല എന്നുള്ളൊരവസ്ഥയിൽ ആടി ഒലഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. അങ്ങനെ അവിടെയുള്ള കാഴ്ചകളെ കണ്ടിട്ട് നമ്മളൊരു തൂക്കുപാലം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവരും നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അവരോട് അത്യാവശ്യം കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് അങ്ങോട്ടുള്ള വഴി അറിയാം. അപ്പോൾ അവർ നമ്മുടെ മുന്നിൽ പൊയ്ക്കോളാം, നമ്മൾ അവരെ ചേസ് ചെയ്ത് പുറകെ വന്നാന്നുള്ളൊരു ധാരണയിൽ നമ്മളടുത്തൊരു തൂക്കുപാലം കാണാൻ വേണ്ടി പോവുകയാണ്. ഏകാന്ത ചന്ദ്രികേ പാട്ടൊക്കെ പാടി തകർത്താണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്.
അങ്ങനെ നേരത്തെ നമ്മൾ കണ്ടേക്കുന്ന ആ ഒരു അടിപൊളി ആ ഒരു റോട്ടിൽ കയറി നമ്മൾ തിരിച്ച് അങ്ങനെ ഈ ഒരു ജംഗ്ഷനിലെത്തി. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോകുന്ന വഴി തിരിച്ചു പോന്നിട്ട് ഈ ഒരു ജംഗ്ഷനിലെത്തി കഴിയുമ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു വഴി കാണാൻ പറ്റും. ഇതേപോലെ ഈ ഒരു വഴിയിൽ കൂടെ നേരെ പോകുന്നതാണ് ആ പാലത്തിലേക്ക്. ഈ കാണുന്ന ചെറിയൊരു പാലം അടിപൊളി ഫീൽ ആയിരുന്നു കേട്ടോ. നമ്മൾ വാൽപ്പാറയ്ക്ക് പോകുമ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു പാലം കാണാൻ പറ്റും. കിടിലല്ലേ കാണാൻ? നോക്ക്. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ടെത്തി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം കാണാൻ പറ്റും. അവിടെയാണ് ശരിക്കും നമ്മുടെ തൂക്കുപാലം ഉള്ളത് കേട്ടോ. ബ്ലോബീനെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ പാലത്തിലേക്ക് കയറാൻ വേണ്ടി പോവാ. പാലം കൊടൂരമായിരുന്നു കേട്ടോ. അത്യാവശ്യം സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ പാലം വളരെ ഇഷ്ടമാകും. കാരണം വളരെ ശോകാവസ്ഥയിലായിരുന്നു. ഒരു സേഫ്റ്റിയും പ്രിക്കോഷൻസും ഇല്ല. താഴെ പോയാൽ പോയത് തന്നെയാണ്. പക്ഷെ ഒരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ ഈ ഒരു പാലത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ഇവരങ്ങോട്ട് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്തില്ല കേട്ടോ. ഇവിടെ എത്തിയിട്ട് അവർ നിന്നു. അവർക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ ശരിക്കും പേടിയായിരുന്നു. അവരവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോന്നു. പക്ഷെ നമ്മൾ മുന്നോട്ട് തന്നെ പോകണം കേട്ടോ. നമുക്ക് പേടിയുന്നൊരു സംഭവമില്ലല്ലോ. ഇതേ കണ്ടില്ലേ, വെറുതെ പലകയൊക്കെ വെച്ച് അടിച്ചു വെച്ചേക്കാണ് കേട്ടോ. ശരിക്കും നന്നായിട്ട് ആടുന്നുണ്ട് കേട്ടോ. നമ്മൾ നടക്കുമ്പോൾ ശരിക്കും ആടും. ഇത് ശരിക്കും വലിയ പാലങ്ങളും ഇങ്ങനെ ആടും. പക്ഷെ അത് പൊട്ടില്ലാന്നൊരു വിശ്വാസം നമുക്കുള്ളതുകൊണ്ട് പേടി ഉണ്ടാവില്ല സാധാരണയാണെങ്കിൽ. പക്ഷെ ഇത് പൊട്ടെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. ആട്ടം കൂടി ആകുമ്പോൾ സംഭവം നൈസായിരുന്നു. അങ്ങനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. നടുവിലൊക്കെ നിറച്ച് ഗ്യാപ്പാണ്. നോക്കിയും കണ്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ശരിക്കും കാലിൻ്റെ അടിയിൽ കൂടെ താഴേക്ക് പോകും. മാത്രമല്ല ഈ കമ്പി നമുക്ക് പിടിച്ചിറങ്ങാൻ പറ്റില്ല. രണ്ട് സൈഡിലുള്ള കമ്പികളും തുരുമ്പ് പിടിച്ചിട്ട് കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽപ്പുണ്ട്. അവൻ്റെ കയ്യിൽ ശരിക്കും ഒരു കമ്പി കുത്തി കയറിയിട്ട് കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് താഴെ നിന്നുള്ള വ്യൂ? അടിപൊളിയല്ലേ? ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഏത് സമയത്തും ആന ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. എല്ലാവരും നാട്ടുകാരെപ്പോഴും പറയുന്ന ആരാണ് അവിടെ നിൽക്കരുത് രാത്രിയൊന്നും. വൈകുന്നേരം ആകുമ്പോൾ അവിടെ നിൽക്കരുത്. കാരണം അവിടെ ആന ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സീനാന്നാണ് അവർ പറയുന്നത്. ഞങ്ങളവിടെ കുറേ നേരം ഇരുന്ന് കേട്ടോ. ഒരുപാട് സമയം ഞങ്ങൾ ഓരോ കഥകളൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷമാണ് ഞങ്ങളവിടെ തിരിച്ചു പോരുന്നത് കേട്ടോ. ഞങ്ങൾ തിരിച്ചിറങ്ങാനാകുമ്പോഴത്തേക്ക് ശരിക്കും പാതിരാത്രിയായി. 8-8:30 വരെ ഞങ്ങൾ അവിടെ ഇരിക്കുമായിരുന്നു ആ പാലത്തിൻ്റെ മുകളിൽ കേട്ടോ. ആനയൊന്നും ഇറങ്ങിയില്ല. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ആലുവയ്ക്ക് പോരുകയാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ വളരെ മനോഹരമായിട്ട് കണ്ടൊരു പാലം. രാത്രി കണ്ടപ്പോൾ ശരിക്കും ടെറർ ഫീൽ കേട്ടോ. പേടിയാവും കാണുമ്പോൾ. എന്ത് രസമല്ലേ ഇങ്ങനെ കൂരിരുട്ടത്ത് കൂടെ വണ്ടി ഓടിക്കാൻ. അങ്ങനെ നമ്മൾ തിരിച്ച് തൃശ്ശൂർ എറണാകുളം ഹൈവേയിൽ കയറിയിരിക്കുകയാണ്. അങ്കമാലിയൊക്കെ പാസ് ചെയ്ത് നമ്മൾ പറവൂർ കവല സിഗ്നലിലെത്തി. സിഗ്നലിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് കോട്ടപ്പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഇന്ന് നമ്മൾ പോയി കണ്ട ഒരുപാട് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ട് ഇന്നത്തെ ട്രിപ്പ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ദേ നോക്കിക്കേ, കറക്റ്റ് 200 കിലോമീറ്റർ നമ്മളിന്ന് ഓടി കേട്ടോ. അപ്പോഴേ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ദിസ് ഈസ് മനുശങ്കർ സൈനിങ് ഓഫ്.